ഇന്ന് രാവിലെ നനയ്ക്കാത്ത നേരത്താണ് നാം എല്ലാവരും ദുഃഖക്കടലിൽ ആണ് പോകുവാൻ ഇടയായി തീർന്നത്. ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള തമ്പുരാനോട് നാം ഒക്കെയുമായിരുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് പ്രിയ മാതാപിതാക്കളോടൊപ്പം കർത്താവിനോട് നിലവിളിച്ചു. എന്നാൽ കർത്താവിന് ഇങ്ങനെയാണ് പ്രസാദമായത്. നമുക്കറിയാം, യോബിൻ്റെ 7 ആൺമക്കളെയും 3 പെൺമക്കളെയും ഒരേ സമയത്ത് ദൈവം തൻ്റെ അടുക്കിലേക്ക് ചേർത്തപ്പോൾ അതീവ ദുഃഖത്തിൽ ആണ്ടുപോയ ഇയ്യോബ്, ഭക്തനായ ഇയ്യോബ് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ പ്രിയ മകളുടെ പെട്ടെന്നുള്ള ഈ വേർപാടിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ ദൈവം തന്നത് ഇത്ര നാളത്തേക്ക് മാത്രമായിരുന്നു. ദൈവം തൻ്റെ സമയമായപ്പോൾ കർത്താവ് അവളെ അവിടുത്തെ സമുദ്രത്തിലേക്ക് ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമുക്ക് ഒരു കാര്യം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും സന്തോഷിക്കുവാനും വകയുള്ളത്, അവളുടെ ബാല്യപ്രായത്തിൽ അവൾക്ക് വേണ്ടി ജീവനെ നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ഒരു ദൈവവൈദ്യരായി തീർന്നു എന്നുള്ളത് അവൾക്ക് ബോധ്യമാകുകയും ആ കാര്യം അവളുടെ ജീവിതത്തിലൂടെ അത് തെളിയിക്കുകയും അത് സഭയിലും മറ്റുള്ള ഇടങ്ങളിലും പ്രസ്താവിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നവർ അനുസരിക്കേണ്ട കൽപ്പനയായ സ്നാനം ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് സ്വീകരിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ സഭയിൽ അവൾ സജീവമായ ഒരു അംഗമായി കർത്താവിനെ സേവിച്ചു വരികയായിരുന്നു. ഇവിടെ പ്രിയ സഹോദരൻ ജിജിയിൽ നിന്ന് കേട്ടതുപോലെ എല്ലാ മീറ്റിങ്ങുകൾക്കും സൺഡേ സ്കൂളുകൾക്കും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവൾ സജീവമായി പങ്കെടുത്ത് അവളുടെ സാന്നിധ്യം അവൾ വെളിപ്പെടുത്തിയിരുന്നു. ആ പൊന്നുമകൾ, അവളെ നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് താങ്ങാനാവാത്ത ദുഃഖമുണ്ട്. എന്നാൽ നമുക്കുള്ളതായ പ്രത്യാശ എന്ന് പറയുന്നത് നാം അവളുടെ അടുക്കിലേക്ക് ചെന്ന് നാം അവളെ കാണും എന്നുള്ളതാണല്ലോ. ഞാൻ 2 കുഞ്ഞുങ്ങളുടെ മരണത്തെ അഭിമുഖീകരിച്ചൊരു പിതാവാണ്. ആ സമയങ്ങളിലൊക്കെ ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അപാരമായ കൃപ അനുഭവിപ്പാനിടയായി. ദൈവവചനത്തിലെ ആശ്വാസ വചനങ്ങൾ എന്നെ ബലപ്പെടുത്തുവാനിടയായി. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും അവരുടെ സാന്നിധ്യവും എനിക്ക് വളരെ ബലം നൽകുവാനായിട്ടിടയായി. അതുമാത്രമാണ് ഈ ഭവനത്തിനും ഇന്ന് ഉണ്ടാകുവാനായിട്ട് സാധ്യതയുള്ളത്. നാം അറിയുന്നത് പോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച തൻ്റെ പിതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കണ്ടോളൻസ് മീറ്റിംഗ് ആയിരുന്നു. അന്നും ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആശ്വാസബോധം നൽകുകയുണ്ടായി. അതിന് തൊട്ട് തലയാഴ്ചയാണ് പിതാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. ഇത്ര വേഗം തൻ്റെ പ്രിയ പിതാവും തൻ്റെ മകളും ഈ നിലയിൽ കർത്താവിലേക്ക് ചേർക്കപ്പെടും എന്നുള്ളതായ ഒരു പ്രതീക്ഷയും ജിജിക്കോ നമുക്ക് ആർക്കുമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ തമ്പുരാന്റെ ഹിതം അതായിരുന്നു. അതുകൊണ്ട് ആമേൻ, കർത്താവെ നീ തന്നു, നീ എടുത്തല്ലോ, അതുകൊണ്ട് സ്തോത്രം. വേറെ എവിടേക്കുമല്ല പോയിരിക്കുന്നത്, കർത്താവിന്റെ അടുക്കിലേക്കാണ് പോയിരിക്കുന്നത്. നാം സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് തിരികെ പോകും. നിത്യമായ ഭവനത്തിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക്, ആശ്വാസത്തിന്റെ ഇരിപ്പിടത്തിലേക്ക്, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആ സ്ഥലത്തേക്ക് ആ പ്രിയ മകൾ ഇന്ന് രാവിലെ ചേർക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അവളുടെ ആത്മാവിന് വേണ്ടി നമുക്കൊന്നും ചെയ്യുവാനായിട്ടില്ല. അവളുടെ ആത്മാവ് സുരക്ഷിതമായി ഏതൊരു ദൈവമാണോ അവൾക്ക് വേണ്ടി ജീവൻ നൽകിയത് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കുകളാണ് നമുക്ക് ആശ്വാസമായിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾ. നമ്മുടെ ഹൃദയം കലങ്ങി പോകുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ളതായ 2 അധ്യായങ്ങളിൽ 2 നമ്മുടെ കർത്താവിന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് കർത്താവിന്റെ ഉള്ളം കലങ്ങിയത്? കർത്താവ് അഭിമുഖീകരിക്കുവാൻ പോകുന്നതായ ലോകത്തിന്റെ പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അനുഭവിക്കുവാൻ പോകുന്നതായ ആ ദാരുണമായ ഭയാനകമായ
ആ മരണത്തെ അവൻ മുന്നിൽ കണ്ടപ്പോൾ അവന്റെ ഹൃദയം കലങ്ങി പോകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ കർത്താവിന് അറിയാമായിരുന്നു അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു, അവൻ വീണ്ടും വരുവാനായിട്ട് പോകുന്നു. ആ കാര്യം ഉറപ്പുള്ളവനായ ഒരു കർത്താവാണ് ആ സമയത്ത് അങ്ങനെ ഹൃദയം കലങ്ങിയതെങ്കിലും തന്റെ ശരിമശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം എന്താണ്? അതിന്റെ താഴെ നാം വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ എത്രയോ സത്യസന്ധമാണ്, വിശ്വസ്തമാണ്. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല. അവൻ ഈ ലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കുവാൻ കടന്നു വരുമെന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു. അവൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് അവൻ കരയേറിപ്പോയിരിക്കുകയാണ്. ആ കാര്യം സംഭവിച്ചതിനാൽ അവൻ ഇനിയും വരാമെന്ന് പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തവും യാതൊരു വിഘ്നവും കൂടാതെ നിറവേറ്റുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മരണം സുനിശ്ചിതമാണ്. നമുക്ക് മരണത്തെ മാറ്റിവെക്കുവാനായിട്ട് കഴിയില്ല. മനുഷ്യൻ ശാസ്ത്രീയമായി എത്രമാത്രം ഉയർന്നവനായാലും എന്തെല്ലാം കാര്യങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് കഴിവുള്ളവനാണെങ്കിലും മരണത്തെ നിയന്ത്രിക്കുവാൻ ലോകത്തിലെ യാതൊരു ബുദ്ധിശക്തിക്കും യാതൊരു മനുഷ്യർക്കും കഴിയുകയില്ല. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ മരിക്കും എന്നുള്ളത് ഉറപ്പാണെങ്കിലും മരണ ദിവസം നമുക്ക് അറിവില്ല. ഏത് യാത്രയും അവസാന യാത്രയാകാം, ഏത് ദിവസവും അവസാന ദിവസമാകാം. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്ത്? ഈ 16-ാമത്തെ വയസ്സ് കഴിഞ്ഞ ആ മകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അപ്രതീക്ഷിതമായ സമയത്ത് ചേർക്കപ്പെട്ടുവെങ്കിൽ നമ്മോട് ഓരോരുത്തരോടും ഇത് നൽകുന്നതായ സന്ദേശം, നീ ദൈവത്തിന്റെ സന്നിധി ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഇന്ന് മരിച്ചാൽ കർത്താവിനോടുകൂടി ആയിരിക്കുമോ? ഇന്ന് കർത്താവ് വന്നാൽ നീ അവന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുമോ? നിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ചു എന്നുള്ളതായി ഉറപ്പ് നിനക്കുണ്ടോ? ഈ കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നാം ഇന്ന് ഇവിടുന്ന് കടന്നു പോകുവാൻ പാടുള്ളൂ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ എത്രയോ അപ്രതീക്ഷിതമായിട്ടാണ് കുഞ്ഞിന്റെ വേർപാടിന്റെ ആ വാർത്ത കേട്ടത്. അതിനെക്കുറിച്ച് വചനം പറയുന്നത്, ആ വചനം മനുഷ്യന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. നാം 2 ശമൂവേൽ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നാം മരിക്കേണ്ടുന്നവരല്ലോ, നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതം എത്രയോ ക്ഷണികമാണ്, നമ്മുടെ ജീവിതം എത്രയോ അരിഷ്ടതരമായ ഒന്നാണ്. പ്രിയമുള്ളവരെ, ഈ നിലയിൽ 4 വിരലിനതിൽ നീളമുള്ള ഈ ജീവിതം എത്രയോ വേഗം തീർന്നു പോകുവാനിടയും ഉണ്ട്. പുല്ലിന് തുല്യമായ പൂവിന് തുല്യമായ കാറ്റ് വരുമ്പോൾ അത് പറന്നു പോകുന്ന ഒരു ജീവിതമായിട്ടാണ് നമ്മുടെ ആയുസ് ഇരിക്കുന്നത്. എന്നാൽ ഈ ആയുസ്സിൽ നമുക്ക് കർത്താവിൽ വിശ്വസിക്കുവാനും അവനിൽ ആശ്രയിക്കുവാനും ഇടയായി തീർന്നാൽ അതാണ് നമുക്ക് ഏറ്റവും ഭാഗ്യമായിട്ടുള്ളത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആ മരിക്കുന്നവരെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുള്ളതായ ഒരു പ്രത്യാശയുടെ കാര്യം ഇവിടെ വായിക്കുകയുണ്ടായി. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ, അങ്ങനെ തന്നെ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് പോവുകയാണ്. യേശുവിനോടുകൂടെ നാമും ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുത്തുവാനായിട്ട് പോവുകയാണ്. അവനോടുകൂടെ നിദ്ര കൊണ്ടവരും വരുന്നതായ ആ നിമിഷം അതെന്നാണ്? നാം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലൂടെ ഉദ്ധരിക്കുകയുണ്ടായി. സമയപരിമിതി കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തും. ഇനി മരണമില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ കല്ലറകളെ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ മേൽ ജയഭേരി മുഴക്കിക്കൊണ്ട് നാം കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ അവന്റെ സന്നിധി നിത്യകാലമായിരിക്കും. നാം വായിച്ചതായിരിക്കുന്ന തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വസിക്കാനായിട്ടുള്ളത് നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. നാം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, വരുവാനുള്ളവൻ വരും,
താമസിക്കുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധമുള്ളവരായി, നമ്മുടെ കർത്താവിൻ്റെ വരവിൽ പ്രിയം വെച്ച് പ്രത്യാശയുള്ളവരായി നമുക്ക് ജീവിക്കാം. നമ്മളെ വിട്ടുപോയ നമ്മുടെ പ്രിയമകളെ നാം എത്രയും വേഗം കാണും. നാമും ആ ഭംഗിയേറിയ തീരത്ത് ചെന്ന് അവളോട് ഒരുമിച്ച് കർത്താവിനെ നാം ആരാധിക്കും. നിത്യകാലം അവനെ ആരാധിക്കും. ആ വലിയ പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise the Lord. Today I would like to talk about the topic blessedness and meekness. Blessed are the meek, for they will inherit the earth. Matthew 5:5. What does meekness mean? A meek person is not self-willed, not continually concerned with his own ways, ideas and wishes. It also means to be humble, to not brag, and to not fight with other people. What did Jesus mean by meek? In Matthew 5:5, Jesus used the term meek, which refers to power under control. So this means two things: refusal to inflate our own self-estimation and hesitation to assert ourselves for us. Why is meekness so important? In reality, meekness is a beautiful thing that has many benefits. Here, God promises the people who develop the faith of meekness the inheritance of the earth. Psalms 37:11 says, "The meek will inherit the land and enjoy peace and prosperity." The second benefit is increasing joy. Isaiah 29:19 says, "Once more the humble will rejoice in the Lord, the needy will rejoice in the Holy One of Israel." The third benefit is protection from God's anger. Zephaniah 2:3 says, "So seek the Lord, all you meek of the land. You who do what he commands, seek righteousness, seek humility. Perhaps you will be sheltered on the day of the Lord's anger." How can we live a life of meekness? Submitting ourselves to being guided and directed by the Spirit shows our willingness to follow the Savior throughout our lives. This quality at the heart of meekness brings us great strength. What symbolizes meekness? The lamb is the symbol of meekness. Jesus was the ultimate example of meekness. It says in Matthew 11:29, "Take my yoke upon you and learn from me, for I am gentle and meek in heart, and you will find rest for your souls." Now let us see how Jesus became an example of meekness. Philippians 2:6, 7 and 8 says, "You who being in very nature God did not consider equality with God something to be grasped, but made himself nothing, taking the very nature of a servant, being made in human likeness, and being found in appearance as a man. He humbled himself and became obedient to death, even death on a cross." So, as children of God, God expects each and every one of us to be meek. Even though he was God, he made himself no thing by taking the very nature of a servant, being made in human likeness. As we see in verse 7, he humbled himself by being obedient to death. That's why in verse 5, it says your attitude should be the same as Christ Jesus. So I would like to ask everyone here, are we an example of meekness in our daily life? Colossians 3:12 says, "Therefore, as God's chosen people, holy and dearly loved, clothe yourselves with compassion, kindness, humility, gentleness and patience." May you sing the Lord. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖസാന്ദ്രമായ ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ദുഃഖകാലമാണ് നമ്മളുടെ പ്രിയ മകൾ നമ്മളുടെ മധ്യേ ആയിരുന്നുവെങ്കിലും അവൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൾ അവൾക്ക് സ്വാധീനിക്കുവാൻ കഴിഞ്ഞ അനേകർ ഇന്ന് ഇവിടെ എത്തി അവളെ കാണുവാനായിട്ട്, അന്ത്യമായി അവളെ കാണുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദുഃഖകരമായ ഈ നിമിഷം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. മാനുഷികമായ വാക്കുകൾക്ക് ആശ്വാസം നൽകുവാൻ പരിമിതികളുണ്ട്. എന്നാൽ ഒരു ദൈവവൈതലിന്, ഒരു ദൈവമക്കൾക്ക് ആശ്വസിക്കുവാനായിട്ട് കഴിയും. ദൈവവചനമാണ് അവർക്ക് ആശ്വാസം. ദൈവവചനം പറയുന്നത് ഇപ്രകാരമാണ്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ആശ്വാസം നൽകുന്നതാണ്. ദൈവത്തിന് മാത്രമേ ഈ അവസരത്തിൽ ശാന്തത നൽകുവാൻ, മനസ്സിന് സമാധാനം നൽകുവാൻ, ഇവിടെ അലയടിച്ച് തിരമാലകൾ ഉയരുന്ന ഹൃദയത്തിന് ആശ്വാസം നൽകുവാൻ
ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അത് ദൈവനിശ്വാസ്യമായതാണ്, ദൈവം പറഞ്ഞ വചനമാണ്, അത് ഉറപ്പുള്ള വചനമാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നമുക്ക് ദുഃഖമുണ്ട്. ദൈവവചനം പറയുന്നു, എന്നാൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെയല്ല നാം. കാരണം നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ ദുഃഖത്തെ പൊതിയുന്ന ഒരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവിടെ പ്രിയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. അത് കേവലം നമുക്ക് ഒരു അറിവ് മാത്രമല്ല, അത് നമ്മളുടെ പ്രത്യാശയാണ്. നാം അത് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ പ്രത്യാശയായി ജീവിക്കുന്നതിനാൽ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നമ്മൾക്ക് അറിവുണ്ട്. ആ അറിവ് നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന അറിവാണ്. അത് നമ്മളെ ആശ്വസിപ്പിക്കും, അത് നമുക്ക് പ്രത്യാശ നൽകും. ദൈവവചനം നമുക്ക് നൽകുന്ന അറിവുകളെ ചുരുക്കമായി ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഈ പ്രിയമകൾ ഷാരോൺ, അവൾ ഇന്നലെ നമ്മളെ വിട്ടു പോയി. എന്നാൽ ദൈവവചനം പറയുന്നു അവൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള അറിവ് നമുക്കുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് ഏറെ ഉത്തമം, ഏറെ ഞാൻ ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമമല്ലോ. എന്റെ പ്രിയ ഷാരോൺ, ഈ പ്രിയമകൾ ഷാരോൺ, അവളിപ്പോൾ ആയിരിക്കുന്നത് അത്യുത്തമമായ ഒരു സ്ഥാനത്താണ്, ഉന്നതമായ ഒരു സ്ഥാനത്താണ്, കർത്താവിനോട് കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവനോട് ഇപ്രകാരം പറഞ്ഞു: മകനെ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അതേ കർത്താവ് ഇപ്രകാരം പറയുന്നു. ഈ പ്രിയമകൾ ഷാരോൺ മരിച്ച, ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട ആ നിമിഷം തന്നെ ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനോട് കൂടെയാണവൾ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് ഞങ്ങളുടെ അറിവാണ്, അത് ഞങ്ങളുടെ വിശ്വാസമാണ്, അത് ഞങ്ങളുടെ പ്രത്യാശയാണ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. രണ്ടാമതായി, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ നാം കാണുന്നത് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു മരണമല്ല. രണ്ടാമത് നാം അറിയേണ്ട സത്യം, നമ്മുടെ ഷാരോൺ മരിക്കുകയല്ല, അവൾ നിദ്ര കൊള്ളുകയാണ്, അവൾ ഉറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ മരിക്കുകയല്ല പ്രിയമുള്ളവരെ. നിത്യമായ ഒരു മരണത്തിന് അവളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം അവൾ ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ദൈവ പൈതലാണ്. അതുകൊണ്ട് അവളെ മരണത്തിന് കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം കാണുന്നു: യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ പുനരുത്ഥാനം യാഥാർത്ഥ്യമാണ്, നമ്മുടെ പ്രത്യാശ സുനിശ്ചിതമാണ്, നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പുള്ളതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം ലാസറിന്റെ ജീവിതം കാണുന്നുണ്ട്. ലാസർ മരിച്ചു. ലാസർ മരിച്ച് 4-ാം നാൾ ആണ് കർത്താവ് വരുന്നത്. ലാസറിന്റെ സഹോദരി മാർത്ത ചെന്ന് കർത്താവിനോട് പറഞ്ഞു: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. എന്റെ പ്രിയ സഹോദര ജിജി, എന്റെ പ്രിയ സഹോദരി ആശേ, എന്റെ കൂട്ടു സഹോദരന്മാരെ, എന്റെ മകളെ ആഷ്ലി, എന്റെ പ്രിയ സഹോദരന്മാരെ, ഈ പ്രിയ മകൾ മരിച്ചിട്ടില്ല, അവൾ നിദ്ര കൊള്ളുകയാണ്. നമ്മുടെ കർത്താവ് വരും. 1-ാം യാമത്തിൽ അവൻ വന്നില്ല. 1-ാം ദിവസം വന്നില്ല, 2-ാം ദിവസം വന്നില്ല, 3-ാം ദിവസം വന്നില്ല, ഇന്ന് വരെയും അവൻ വന്നില്ല. 4-ാം ദിവസം അവൻ വരും കേട്ടോ. 4-ാം ദിവസം അവൻ വരും. അവൻ നാം വായിക്കുന്നത് പ്രകാരമല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. സ്വർഗത്തിലിരിക്കുന്ന ദൈവം നമ്മളെ ചേർക്കുവാൻ, മണ്ണിൽ ഉറങ്ങിയ വിശുദ്ധന്മാരെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചവൻ നമ്മുടെ മകൾ ഷാരോനോട് പറയും: ഷാരോനെ നീ ഉണർന്നു വരിക, ഷാരോനെ നീ ഉണർന്നു വരിക എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രിയമകൾ നമ്മോട് ലാസർ പുറത്തു വന്നതുപോലെ
കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൾ ഉയർത്തെഴുന്നേക്കും. നമ്മുടെ കർത്താവ് സ്മൃതിയിലുള്ള സഭയിലുള്ള സഹോദരന്മാർക്ക് ദൂത് കൊടുക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, അല്ലയോ സ്മൃതിയിലുള്ളവരെ, നിങ്ങൾക്ക് വളരെയധികം കഷ്ടവും പ്രയാസങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ്. എന്നാൽ ഞാൻ മരിച്ചവനായിരുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ജീവിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് പറയുന്നു, 4-ാം ദിവസം വരും. അന്ന് നമ്മളുടെ മകൾ, ആ മകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ അറിവ് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഈ ശരീരത്തെ പറ്റിയുള്ള അറിവാണ്. ഞങ്ങളുടെ ശാരൻ സുന്ദരിയായിരുന്നു കേട്ടോ. അവൾ അതിസുന്ദരിയായിരുന്നു. അവൾ ഞങ്ങളുടെ മാലാഖയായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, അവളുടെ ശരീരം മണ്ണോട് മണ്ണായി പോകും. എന്നാൽ ഒരുപക്ഷെ അവളുടെ ശരീരം ദ്രവത്വമുള്ളതായിരുന്നു. എന്നാൽ അവൾ അദ്രവത്വം പ്രാപിക്കുവാനായിട്ട് അവൾ എഴുന്നേറ്റ് വരും. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അവന്റെ വ്യാപാര ശക്തി കൊണ്ട് ഈ താഴ്ചയുള്ള ശരീരത്തെ, ഈ ദ്രവത്വമുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ ഇതിലും മനോഹരമായ ഒരു ശരീരം അവൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം കരേറ്റാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ മകൾക്ക് ഇതിലും സുന്ദരമായ ശരീരം എൻ്റെ പ്രാണപ്രിയൻ കൊടുക്കും. അത് കർത്താവിൻ്റെ നാളിൽ സാധ്യമായി തീരും. അതുകൊണ്ട് പ്രത്യാശയോട് നമുക്ക് പറയാം, ഞങ്ങളുടെ മകളെ ഷാരോനെ, നീ പോയിക്കൊള്ളുക, നീ പോയിക്കൊള്ളുക. ഞങ്ങൾ നിന്നെ ഇപ്പോൾ യാത്രയാക്കുകയാണ്. കാലാവസാനത്തിങ്കൽ നീ നിന്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ കർത്താവിനോടുകൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.